കേട്ടിട്ടില്ലാത്തതും പുതിയതായിട്ട് ധാരാളം വൈറൽ ഇൻഫെക്ഷൻസ് ഇപ്പോൾ വരുന്നുണ്ട്. പലതും അത് ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. സാധാരണ ഒരു ജലദോഷം അല്ലെങ്കിൽ തൊണ്ടവേദനയായിട്ട് തുടങ്ങിയിട്ട് ലങ്സിലോട്ട് വരുന്ന റെസ്പിറേറ്ററി വൈറൽ ഇൻഫെക്ഷൻസ് എന്ന് പറയും. നമുക്കിപ്പം വഴിയിൽ ഒരാളെ സിറിലിച്ച് ചേട്ടാ നിർത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം എന്താണ് നമുക്ക് ഇതിനെതിരെ എടുക്കാൻ പറ്റുന്ന ഒരു പ്രതിവിധി? നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക് സ്മോക്കിംഗ് വളരെ കുറവാണ്. ഈ പ്രൈവറ്റ് ഏരിയാസിലാണ് സ്മോക്കിംഗ് കൂടുതൽ. അപ്പോൾ നമ്മൾ സ്മോക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ട്രീറ്റ് ചെയ്യാൻ നമുക്ക് ഏതാണ് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ളത്? ഈ പറഞ്ഞോട്ട് അത് ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യാനായിട്ട്. ഹലോ ഡോക്ടർ, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. ഹലോ ഡോക്ടർ, നമ്മളിപ്പം റീസെൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വൈറൽ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ബ്രീത്തിങ് പ്രോബ്ലം, ചുമയാവാം, അല്ലെ ഒരു ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടാവാം, ഇതൊക്കെ ഉണ്ട്. എന്താണ് ഡോക്ടർ ഇത് ഇപ്പം ഇങ്ങനെ കൂടി വരാനുള്ള കാരണം? ഇതിപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഇടയ്ക്കായിട്ട് ധാരാളം വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ട്. നേരത്തെ കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതും പുതിയതായിട്ട് ധാരാളം വൈറൽ ഇൻഫെക്ഷൻസ് ഇപ്പോൾ വരുന്നുണ്ട്. പലതും അത് ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. സാധാരണ ഒരു ജലദോഷം അല്ലെങ്കിൽ തൊണ്ടവേദനയായിട്ട് തുടങ്ങിയിട്ട് ലങ്സിലോട്ട് വരുന്ന റെസ്പിറേറ്ററി വൈറൽ ഇൻഫെക്ഷൻസ് എന്ന് പറയും. വളരെ കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഫ്ലൂ, H1N1 എന്നൊക്കെ പറയുന്ന കോവിഡും ഇതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു കോൾഡായിട്ട് തുടങ്ങും, ക്രമേണ അത് ലങ്സിലോട്ടാകും. ലങ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ലങ്സ് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയും. അപ്പോൾ ഈ സമയത്ത് വിട്ടുമാറാത്ത ചുമ, ശ്വാസം മുട്ടതൊക്കെ ഉണ്ടാകാൻ വളരെ കോമൺ ആണ്. ഒരു പോസ്റ്റ് വൈറൽ ബ്രോങ്കിയൽ ഹൈപ്പർ റിയാക്ടിവിറ്റി എന്നാണ് ഇതിന് പറയുന്നത്. ഇത് പണ്ടും ഉള്ളതാണ്, പക്ഷേ ഇപ്പോൾ വൈറൽ ഇൻഫെക്ഷൻസ് കൂടി വരുന്നതുകൊണ്ട് നമ്മളിത് ധാരാളം ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇതാണ് റീസൺ. ഓക്കെ ഡോക്ടർ, ഈ ബ്രീത്തിങ് എക്സർസൈസ് ഉണ്ടല്ലോ, നമുക്ക് ബ്രീത്തിങ് എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ലങ്സിനെ എന്തുമാത്രം ഉപയോഗപ്രദമാണ്? അത് വളരെ നല്ല ചോദ്യമാണ് ഇത്. കാരണം ബ്രീതിങ് എക്സസൈസ് പലപ്പോഴും നമ്മൾ ഓവർലുക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ബ്രീതിങ് എക്സസൈസ് പല രീതിയിലാകാം. ചിലപ്പോൾ യോഗ പോലത്തെയൊക്കെ എക്സസൈസസ് ആകാം. അല്ലാണ്ട് തന്നെ ലങ്സിന് വേണ്ടിയിട്ടുള്ള കുറേ ബ്രീതിങ് എക്സസൈസസ് ഉണ്ട്. അത് ഈ ഫിസിക്കൽ മെഡിസിൻ, ഫിസിയോതെറാപ്പി ഉള്ള എക്സ്പേർട്സ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മെത്തേഡാണ്. ഡീപ്പായിട്ട് ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് വിടുന്നതൊക്കെ. ഇത് ബേസിക്കലി ലങ്സിൻ്റെ മസിൽസിനെയും ഈ ബ്രീത്തിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസിൽ എന്ന് പറയുന്നത് ഡയഫ്രം ആണ്. ഇതിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസസ് ആണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ചും ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ് ഉള്ള ആൾക്കാർക്ക്, COPD അതുപോലെയൊക്കെയുള്ള ആൾക്കാർക്ക് ബ്രീത്തിങ് എക്സസൈസ് വളരെ യൂസ്ഫുൾ ആണ്. മെഡിസിൻസ് എടുക്കുന്നത് പോലെ തന്നെയാണ് ബ്രീത്തിങ് എക്സസൈസും ഈ ആൾക്കാർക്ക് യൂസ്ഫുൾ ആണ്. അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അവരുടെ ശ്വാസം മുട്ടിൻ്റെ പെർസെപ്ഷൻ നന്നായിട്ട് കുറയും. അങ്ങനെയൊക്കെ പല യൂസസ് ഉള്ളതാണ് ബ്രീത്തിങ് എക്സസൈസ്. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടേം ഉണ്ട്, അതിന് റീഹാബിലിറ്റേഷൻ എന്നാണ് പറയുന്നത്, പൾമിനറി റീഹാബിലിറ്റേഷൻ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെഡിസിൻസിന് അഡ്ജങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്, മൊഡാലിറ്റിയാണ് ഈ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ അതിനെ കുറച്ച് കാണരുത്. പക്ഷേ ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത്, എന്ത് കോണ്ടെക്സ്റ്റായാലും ബ്രീതിങ് എക്സസൈസ് മെഡിസിൻ ഒരു ആൾട്ടർനേറ്റീവ് അല്ല. മെഡിസിൻസും വേണം, ബ്രീതിങ് എക്സസൈസും വേണം. രണ്ടും കൂടെ ഒന്നിച്ചു പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ മാക്സിമം എഫക്റ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ ഡോക്ടർ, ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ധാരാളം ബ്രീതിങ് എക്സസൈസ് ഉണ്ട് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന. ഇതൊക്കെ യൂഷ്വലി മറ്റേ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ദിവസം 10-15 മിനിറ്റ് ചെയ്യുന്നെങ്കിൽ ഡീപ്പായിട്ട് ബ്രീത്ത് ഹോൾഡ് ചെയ്യുക, ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് വളരെ സ്ലോ ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇങ്ങനെ തന്നെ പലതരം എക്സസൈസസ് ഉണ്ട്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ദിവസം ചെയ്യാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പം നമുക്ക് ഈ മൂക്കടപ്പ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ യൂസ് ചെയ്താണ് ഈ നേസൽ സ്പ്രേ. ഇത് ശരിക്കും ഇങ്ങനെ നമ്മൾ ചെറിയ അടപ്പണമെങ്കിൽ ഞാൻ ആൾക്കാർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇത് ശരിക്കും നല്ലതാണോ നമ്മളിങ്ങനെ നേസൽ സ്പ്രേ യൂസ് ചെയ്യുന്നത്? ഈ നേസൽ സ്പ്രേ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി മൂക്കടപ്പ് വരുമ്പോൾ ഉപയോഗിക്കുന്ന 2 തരം മരുന്നുണ്ട്. ഒന്ന് നേസൽ ഡ്രോപ്സ് എന്ന് പറയും, ഈ ഓക്സിമെറ്റസോളിൻ, സൈലോമെറ്റസോളിൻ എന്നൊക്കെ പറയുന്നത്. അത് താൽക്കാലികമായിട്ട് മൂക്കടപ്പ് മാറാൻ മാത്രം ഉപയോഗിക്കുന്നതാണ്. അതായത് നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു, ഒരു മൂക്കടപ്പ് വന്നു, സൈനസൈറ്റിസ് വന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു 5-7 ദിവസത്തേക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ് ഈ നേസൽ ഡ്രോപ്സ് എന്ന് പറയുന്നത്. നേസൽ സ്പ്രേ എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്. അതായത് ഈ അലർജിക് സിംറ്റംസ് വരുന്ന വിട്ടുമാറാത്ത തുമ്മൽ, മൂക്കടപ്പ്, അങ്ങനെ അലർജി കാരണം ഉണ്ടാകുന്നതിന് യൂസ് ചെയ്യുന്ന മെഡിസിനാണ് നേസൽ സ്പ്രേ. നേസൽ സ്പ്രേ ലോങ് ടേം യൂസിന് സേഫ് ആണ്. നേസൽ ഡ്രോപ്സ് പക്ഷേ ഒരു മാക്സിമം 5 to 7 days, അതിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ റീബൗണ്ട് ആയിട്ട് മൂക്കടപ്പ് വരികയാണ് സാധാരണ ഉണ്ടാകുന്നത്. നേസൽ ഡ്രോപ്സ് ആണെങ്കിൽ 5 to 7 days സ്റ്റോപ്പ് ചെയ്യണം. നേസൽ സ്പ്രേ ആണെങ്കിൽ സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഏത് മെഡിസിൻ ആയാലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം
സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ഒരു മെഡിക്കൽ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നേഷണൽ സ്പ്രേ കിട്ടാൻ ഒരു പാടുമില്ല, എനിക്ക് മൂക്കടപ്പ വേണം എന്ന് പറഞ്ഞാൽ അവർ തരും. അപ്പോഴത്തേക്കും ഇതിനൊരു നമ്മളൊരു സ്റ്റോപ്പ് കൊണ്ടുവരണം എന്നാണോ ലൈക്ക് ഡോക്ടർ? ഏത് മെഡിസിൻ ആയാലും ഐഡിയലി മെഡിക്കൽ അഡ്വൈസ് വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് സേഫസ്റ്റ് തിങ്. ഓക്കെ 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 ഓക്കെ. ഡോക്ടർ, ഇപ്പം നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു ടൈമാണ് ഈ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. എന്താണ് ശരിക്കും ഈ പാസീവ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മളിപ്പോൾ സ്മോക്കേഴ്സിനകത്ത് ഒരാൾ പുകവലിക്കുമ്പോൾ ആ പുകയുടെ എഫക്റ്റ് അദ്ദേഹത്തിന് ആ പുകവലിക്കുന്ന ആൾക്കുണ്ടാകും. അതുപോലെ തന്നെ അതിന് ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് ആ സ്മോക്കിൻ്റെ എഫക്റ്റ് ഉണ്ടാകും. പിന്നെ സൈഡ് സ്ട്രീം സ്മോക്ക് എന്ന് പറയും. ഇതിനെയാണ് പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരിക്കലും സ്മോക്ക് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മളൊരു സ്മോക്ക് ചെയ്യുന്ന ആളുടെ അടുത്ത് നിൽക്കുമ്പോൾ ആ സിഗരറ്റിൽ നിന്ന് വരുന്ന സ്മോക്ക് നമ്മളും യാദൃശ്യമായിട്ട് ഇൻഹേൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിനെയാണ് പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. ഇത് ആക്റ്റീവായിട്ട് സ്മോക്ക് ചെയ്യുന്നത് പോലെ തന്നെ ദോഷഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് പാസീവ് സ്മോക്കിംഗ്. ഓക്കെ, അത് ഡോക്ടറെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തുമാത്രമാണ് ശരിക്കും നമ്മുടെ ലങ്സിനെ ഇപ്പോൾ പാസീവ് സ്മോക്കിംഗ് കാരണം അഫക്ട് ചെയ്യുന്നത്? ഈ ഒരു ആക്റ്റീവ് സ്മോക്കറിനുണ്ടാകുന്ന എല്ലാ ചേഞ്ചസും പാസീവ് സ്മോക്കിങ്ങിലും ഉണ്ടാകും. സാധാരണ കാണുന്ന ക്രോണിക് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ വിട്ടുമാറാത്ത ചുമയും കഫക്കെട്ടും സ്മോക്കേഴ്സ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. പിന്നെ COPD എന്ന് പറയുന്ന കണ്ടീഷൻ അത് കാരണം ഉണ്ടാകും. പിന്നെ അതിൻ്റെ എക്സ്ട്രീം എൻഡാണ് ലങ് ക്യാൻസർ. ഇതുപോലെ എല്ലാ ഈ സിഗരറ്റ് കാരണം ലങ്സിനുണ്ടാകുന്ന ചേഞ്ചസ് പാസീവ് സ്മോക്കിംഗ് ഉണ്ടാകുന്ന ആൾക്കാർക്കും അവരും ഈക്വൽ റിസ്ക് ഉള്ളതാണ്. ഓക്കെ, നമുക്കിപ്പം ആക്റ്റീവ് സ്മോക്കിംഗ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പാസീവ് സ്മോക്കിംഗ് പക്ഷെ നമുക്ക് ഒരിക്കലും നമുക്കിപ്പം വഴിയിൽ ഒരാളെ സിഗരറ്റ് വിളിച്ചുമ്പോൾ ചേട്ടാ നിർത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം എന്താണ് നമുക്ക് ഇതിനെതിരെ എടുക്കാൻ പറ്റുന്ന ഒരു പ്രതിവിധി? നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക് സ്മോക്കിംഗ് വളരെ കുറവാണ്. ഈ പ്രൈവറ്റ് ഏരിയാസിലാണ് സ്മോക്കിംഗ് കൂടുതൽ. അപ്പം നമ്മൾ സ്മോക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ 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 ഓക്കെ. ഡോക്ടർ, ഒരാളിപ്പം സ്മോക്കിംഗ് നിർത്തിക്കഴിഞ്ഞാൽ എന്തുമാത്രം ലൈക്ക് എത്ര നാൾ കഴിയുമ്പോഴായിരിക്കും പുള്ളിക്കാരൻ്റെ ലങ്സ് ഇമ്പ്രൂവ് തുടങ്ങുന്നത്? സാധാരണ സ്മോക്കിംഗ് നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മെഡിക്കലി പറയുന്നത് വെച്ചാൽ അവസാനത്തെ സിഗരറ്റ് വലിച്ചിട്ട് 5 വർഷം കഴിയുമ്പോഴത്തേക്കാണ് ഒരു പുക വലിക്കാത്ത ആളുടെ ലെവലിലോട്ട് എത്തുന്നത് സാധാരണഗതിയിൽ. ഓക്കെ ഓക്കെ. ഡോക്ടർ, ഇപ്പം പുതിയതായിട്ട് ഉള്ളതാണ് വേപ്പിംഗ്. സ്മോക്കിങ്ങിന് പകരം വേപ്പിംഗ്. അത് ഈ പറഞ്ഞ തൊട്ട് വേപ്പിങ്ങിന് സപ്പോർട്ടായിട്ടുള്ള ആൾക്കാർ പറയുന്നത് പറഞ്ഞാൽ അത് ഈസ് മച്ച് ഹെൽത്തിയർ ദാൻ സ്മോക്കിംഗ് എന്നാണ്. ശരിക്കും അത് ഹെൽത്തിയർ ആണോ അതോ വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ? അത് വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ. കാരണം വേപ്പിംഗ് ബേസിക്കലി വന്നത് ഈ സ്മോക്കിംഗ് നിർത്താൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപാധിയായിട്ടാണ് വന്നത്. പക്ഷേ വേപ്പിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന ഓയിലിനകത്ത് വളരെയധികം ക്യാൻസറോജനിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. അത് മാത്രമല്ല വേറെ പലതരം ലങ് ഡിസീസസ് ഉണ്ടാക്കുന്ന കെമിക്കൽസും ഈ വേപ്പിങ്ങിൻ്റെ കണ്ടന്റിലുണ്ട്. അപ്പോൾ വേപ്പിംഗ് കാരണം ഉണ്ടാകുന്ന ലങ് ഡിസീസസിൻ്റെ ഒരു പുതിയ കാറ്റഗറി ആയിട്ട് ഇപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കണ്ടുവരുന്നതാണ്. വേപ്പിംഗ് ഇൻഡ്യൂസ്ഡ് ലങ് ഇഞ്ചുറി എന്ന് പറയുന്നത് വേപ്പിംഗ് അസോസിയേറ്റഡ് ലങ് ഡിസീസസ് ധാരാളം ഉണ്ട്. അപ്പോൾ സ്മോക്കിംഗും കാട്ടി ഒരുപക്ഷെ ഈവൻ അല്ലാത്തൊരു സ്പെക്ട്രം ഡിസീസസ് വരെ വേപ്പിംഗ് കാരണം ഉണ്ടാകുന്നുണ്ട്. നമുക്ക് അതിന്റെ ലോങ് ടൈം സ്റ്റഡീസ് ഇതുവരായിട്ടില്ലാത്തതുകൊണ്ട് ലോങ് ടൈം സ്റ്റഡീസിൽ നമുക്ക് ധാരാളം കേസ് റിപ്പോർട്ട്സ് ഉണ്ട് വേപ്പിംഗ് കാരണം ഉണ്ടാകുന്ന ഇത്. പക്ഷേ കുറച്ചുകൂടെ സമയം കഴിയുമ്പോഴേ നമുക്ക് അതിനെ കുറിച്ചുള്ള ഫുൾ ഇമ്പാക്ട് അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ. ഡോക്ടർ, ഈ ന്യൂമോണിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 തരം ഉണ്ടെന്നാണ് പറയുന്നത്: വൈറല്, ഫംഗല്, ബാക്ടീരിയല്. എന്താണ് ഇവ 3 തമ്മിലുള്ള ശരിക്കുള്ള വ്യത്യാസം? ന്യൂമോണിയ എന്ന് പറയുന്നത് ബേസിക്കലി ലങ്സിലുണ്ടാകുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷനെയാണ് ന്യൂമോണിയ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലങ്സിൻ്റെ ഒരു ഭാഗം സോളിഡായി പോവുകയും കുറച്ച് താൽക്കാലികമായിട്ട് കുറച്ച് ദിവസത്തേക്കത് പ്രവർത്തനരഹിതമാവുകയും അവിടെ പഴുപ്പും ഇൻഫെക്ഷനും ഉണ്ടായി പനിയും ചുമയും മഞ്ഞ നിറത്തിൽ കഫവും നെഞ്ചുവേദനയൊക്കെ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ന്യൂമോണിയ പല കാരണം കൊണ്ടുണ്ടാകാം. സാധാരണ ഒരു ഇൻഫെക്റ്റീവ് കോസാണ്. ആ ഇൻഫെക്ഷൻ ചിലപ്പോൾ വൈറസ് കാരണം ഉണ്ടാകാം, അതിനാണ് ഈ വൈറൽ ന്യൂമോണിയ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ബാക്ടീരിയൽ അണുബാധ കാരണമായിരിക്കും ഉണ്ടാകുന്നത്, അതിനാണ് ഈ ബാക്ടീരിയൽ ന്യൂമോണിയ എന്ന് പറയുന്നത്. വളരെ റെയറായിട്ട് ഈ ഫംഗസിനും ന്യൂമോണിയ ഉണ്ടാക്കാം. അത് പ്രത്യേകിച്ച് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ റെസിസ്റ്റൻസ് കുറഞ്ഞു വരുന്ന കണ്ടീഷനിലാണ്. അൺകൺട്രോൾഡ് ആയിട്ട് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻസ്, ബോഡിയുടെ റെസിസ്റ്റൻസ് ഭയങ്കരമായിട്ട് കുറയുന്ന മരുന്ന് കഴിക്കുന്ന ആ ഗ്രൂപ്പിലാണ് ഈ ഫംഗൽ ന്യൂമോണിയ സാധാരണഗതിയിൽ കാണുന്നത്. വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് ബാക്ടീരിയൽ ന്യൂമോണിയാണ്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വൈറൽ ന്യൂമോണിയ ഒട്ടധികം ഉണ്ടാകുന്നു. അത് ഞാൻ ആദ്യം പറഞ്ഞില്ല, H1N1 എന്ന് പറയുന്ന വൈറൽ ന്യൂമോണിയ ഉണ്ടാക്കുന്ന വളരെ കോമൺ ആയിട്ട് സിവിയർ വൈറൽ ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്. കോവിഡിൻ്റെ പീക്കിലുണ്ടായിരുന്നു. അപ്പോൾ എസ്പെഷ്യലി ആ 2ാമത്തെ പീക്ക് ഡെൽറ്റ വേവിൽ ധാരാളം നമ്മൾ കോവിഡ് ന്യൂമോണിയ കാണുമായിരുന്നു. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇതിനകത്ത് ട്രീറ്റ് ചെയ്യാൻ നമുക്ക് ഏതാണ് കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ളത്? ഈ പറഞ്ഞോട്ട് ഈ 3 പാടായിരിക്കും, പക്ഷെ എന്നാലും നിങ്ങൾക്ക് കുറച്ചും കൂടെ ട്രീറ്റ് ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള ശരിക്കും ഏതാണ് ഈ 3?
അത് ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യാനായിട്ട്. ഈ ഏത് തരം ബാക്ടീരിയ അല്ലെങ്കിൽ ഏത് തരം വൈറസ് ആണ് ബാധിച്ചിരിക്കുന്നത്, അത് എത്ര സിവിയർ ആണ്, അതിൻ്റെ സിവിറുലൻസ് എന്ന് പറയും. അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇത് പോകുന്നത്. ഈ 3 ഗ്രൂപ്പ് എടുത്താലും ഏറ്റവും ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ഫംഗൽ ന്യൂമോണിയാണ്. കാരണം മെഡിസിൻസ് ടോക്സിക് ആണ്, സൈഡ് എഫക്ട്സ് ധാരാളം ഉള്ളതാണ്. 3 മുതൽ 6 മാസമൊക്കെ വരെ മരുന്ന് കഴിക്കേണ്ടി വരും. വൈറൽ ന്യൂമോണിയയും ബാക്ടീരിയൽ ന്യൂമോണിയയും എടുത്തു കഴിഞ്ഞാൽ വൈറൽ ന്യൂമോണിയ ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് വളരെ മൈൽഡായിട്ട് വന്ന് പോകുന്നതാണ്. അതിന് പ്രത്യേകിച്ച് വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും യൂഷ്വലി വേണ്ടി വരത്തില്ല. പക്ഷേ വൈറൽ ന്യൂമോണിയ സിവിയർ ആയാൽ പിന്നെ അത് ICUലാകുകയും വെന്റിലേഷൻ വേണ്ടി വരികയും പിന്നെ അതിൻ്റെ വെന്റിലേഷൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത പടി ട്രീറ്റ്മെൻറ്റ് എക്മോ എന്ന് പറയും, എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ. ആ ട്രീറ്റ്മെൻ്റ് ഒക്കെ വേണ്ടി വരും സിവിയർ വൈറൽ ന്യൂമോണിയ വരികയാണെങ്കിൽ. ബാക്ടീരിയൽ ന്യൂമോണിയം യൂഷ്വലി മൈൽഡ് ആണെങ്കിൽ വളരെ ഈസിയാണ് ട്രീറ്റ് ചെയ്യാൻ. 5 മുതൽ 7 ദിവസം വരെ ആൻറ്റിബയോട്ടിക് കഴിച്ചാലും മതിയാകും. പക്ഷേ ബാക്ടീരിയൽ ന്യൂമോണിയയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഏത് ബാക്ടീരിയയാണ് അത് ന്യൂമോണിയ ഉണ്ടാക്കിയെന്നുള്ളത് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വളരെ എളുപ്പമായിരിക്കും. അതിന് ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് കൊടുത്താൽ മതിയാകും. പലപ്പോഴും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് വരും. അങ്ങനെ വരുമ്പോഴാണ് പ്രത്യേകിച്ച് ബോഡിയുടെ റെസിസ്റ്റൻസ് കുറയുന്ന കണ്ടീഷൻസ്, എസ്പെഷ്യലി എൽഡർലി പീപ്പിൾ അല്ലെങ്കിൽ ഡയബറ്റിസ്, അൺകൺട്രോൾഡ് ഡയബറ്റിസ് ഉള്ളത്, അങ്ങനെയൊക്കെ വരുന്ന അല്ലെങ്കിൽ സ്മോക്കേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ അത് സിവിയർ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാം ഒരു ചലഞ്ചിങ് ആണ് ഏത് തരം ന്യൂമോണിയ ആയാലും. പക്ഷെ പല ഫാക്ടേഴ്സും ഇതിൽ ഇൻവോൾവ് ആണ്. ഓക്കെ ഡോക്ടർ, കോവിഡ് പറഞ്ഞുകൊണ്ടാണ് നമുക്കിപ്പം ശരിക്കും നമുക്ക് ബിഫോർ കോവിഡ് ആഫ്റ്റർ കോവിഡ് എന്ന് എല്ലാ കാര്യത്തിലും പറയാൻ പറ്റും. മൊത്തത്തിലൊരു ചേഞ്ച് ആണ് കോവിഡ് ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ ഇത് റെസ്പിറേറ്ററി മെഡിസിനിൽ നമുക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് ശരിക്കും കോവിഡിന് ശേഷം നല്ലപോലെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സാധാരണ നമ്മൾ കണ്ടുവരുന്നതാണ്. ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് നേരത്തെ ശ്വാസമുട്ടും അലർജി ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് കോവിഡിന് ശേഷം ശ്വാസമുട്ടും അലർജി ഇതുപോലത്തെ കണ്ടീഷൻസ് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോവിഡിൻ്റെ സിവിയർ ആയിട്ട് ലങ്സിനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലങ്സിനകത്ത് ഫൈബ്രോസിസ് ഉണ്ടാക്കുന്ന കണ്ടീഷനുണ്ട്, ലങ്സിനെ തിക്കൻഡാക്കുകയും ലങ്സിനെ ഡാമേജ് ചെയ്യുന്നതും കണ്ടീഷനുണ്ട്. അതും വന്ന് ചില ആൾക്കാർക്ക് അത് കംപ്ലീറ്റ്ലി മാറാനായിട്ട് സമയം ധാരാളം എടുക്കുകയും ഒക്കെ ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലും കോവിഡ് കാരണം ലങ്സിന് ഇൻവോൾവ്മെന്റ് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും ശരി തന്നെയാണ്. ഓക്കെ ഡോക്ടർ, ന്യൂമോണിയയുടെ റിസ്ക് എങ്ങനെയൊക്കെയാണ്? ലൈക്ക് നമുക്കത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കരുതൽ എടുക്കാൻ പറ്റും? ന്യൂമോണിയ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളതെന്ന് പറയുന്നത് ന്യൂമോണിയ വാക്സിനേഷനാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ യൂഷ്വലി പറയുന്ന 55 ഇയേഴ്സിന് മേലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളുള്ളവർ, ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നതാകാം, കാർഡിയക് ആകാം, ഡയബറ്റീസ് ആകാം, ലിവറിനെ എഫക്റ്റ് ചെയ്യുന്നത് ക്രോണിക് ലിവർ ഡിസീസ് ഉള്ളവർക്കായിരിക്കാം, അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവർ. ഇതുപോലെ ക്രോണിക് ഡിസീസസ് ഉള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ 55 ഇയേഴ്സിന് മേളിലുള്ളവർക്കും ന്യൂമോണിയ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള വാക്സിനേഷൻ എടുക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഏറ്റവും പ്രിവെൻറ്റീവ് ഓപ്ഷൻ. അല്ലാണ്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അഡിക്വേറ്റ് കെയർ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നല്ല ക്രൗഡഡ് പ്ലേസിൽ പോകുമ്പോഴും മാസ്ക് ഇടുക, ഇൻഫെക്ഷനുള്ള ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം കഴിവതും ഒഴിവാക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി ചെയ്യേണ്ടത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് തിങ്, സ്മോക്കർ ആണെങ്കിൽ സ്മോക്കിംഗ് നിർത്തുന്നതും ന്യൂമോണിയ വരാണ്ടിരിക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ അപ്പം ഈ മൂന്നും ഇപ്പം നമ്മൾ ഫംഗല് 3 പറഞ്ഞല്ലോ, വൈറൽ, ബാക്ടീരിയ, 3 എയർബോൺ ആണോ അതോ? മോസ്റ്റ്ലി എയർബോൺ ആണ്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഏകദേശം എല്ലാം എയർബോൺ ആണ്. നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന അങ്ങനെ ലങ്സിൽ വന്നിട്ടാണ് വരുന്നത്. വളരെ റെയർ ആയിട്ട് ബ്ലഡ് ബോൺ ആയിട്ട് വരാറുണ്ട്, പക്ഷെ കൂടുതലും എയർബോൺ. ഓക്കെ ഡോക്ടർ, ഇപ്പം ന്യൂമോണിയ വാക്സിൻ്റെ പറഞ്ഞല്ലോ, അപ്പോഴത്തേക്കും അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ ഉണ്ടോ, അതോ ഇത് കുറച്ച് കാലത്തേക്ക് മാത്രമേ പ്രൊട്ടക്ഷൻ ഉള്ളൂ? ന്യൂമോണിയയുടെ വാക്സിൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്. ബേസിക്കലി നമ്മൾ ആദ്യം ഒരു വാക്സിൻ എടുത്തിട്ട് രണ്ടാമത്തെ ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടി വരും. അതായത് 65 വയസ്സിന് മേളിലാണെങ്കിൽ ഒരു ബൂസ്റ്ററോടുകൂടി നിൽക്കും. 65 വയസ്സിന് മുമ്പാണ് വാക്സിൻ എടുക്കുന്നതെങ്കിൽ 5 ഇയേഴ്സ് കഴിഞ്ഞാൽ അടുത്തൊരു ബൂസ്റ്ററും കൂടെ വരും. അതാണ് ഇപ്പോഴത്തെ ന്യൂമോണിയ വാക്സിൻ്റെ സീക്വൻസ്. അപ്പോൾ അതുപോലെ ആ രണ്ടാമത്തെ ബൂസ്റ്റർ എടുക്കുന്നത് ചില കണ്ടീഷൻസ്, അതായത് വളരെ റിസ്കി ഗ്രൂപ്പ് ആണെങ്കിൽ 8 ആഴ്ച കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഡോസ് കൊടുക്കുക. അല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കുക. അതാണ് ഇപ്പോഴത്തെ ന്യൂമോണിയ ട്രീറ്റ്മെന്റ് സീക്വൻസ്. പക്ഷേ ഇനി ഒരു 1 ഷോട്ട് ന്യൂമോണിയ വാക്സിൻ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ഇന്ത്യയിൽ വരും. അങ്ങനെയാണെങ്കിൽ ഒറ്റ ഡോസ് എടുത്തു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് പ്രൊട്ടക്ട് ചെയ്യും. അതാണ് ന്യൂമോണിയയുടെ ഇത്. ന്യൂമോണിയം കാട്ടി പ്രധാനമായിട്ടുള്ള വാക്സിനേഷൻ എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ വാക്സിനാണ്, ഫ്ലൂ ഷോട്ട്. അത് ഓൾമോസ്റ്റ് ആക്ച്വലി 3 ഇയേഴ്സ് ആൻഡ് എബവ് എല്ലാവർക്കും എടുക്കണം എന്നാണ് റെക്കമെൻഡേഷൻ ഉള്ളത്. ഐഡിയലി എടുക്കുന്നതാണ് നല്ലത്, എസ്പെഷ്യലി അറ്റ് റിസ്ക് ഉള്ള ആൾക്കാർ, അതായത് വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ, അല്ലെങ്കിൽ ഈ ഇതുപോലത്തെ എന്താ പറയുന്നത്, ഈ പബ്ലിക്കിലൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർ, ഡോക്ടേഴ്സ്, മെഡിക്കൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, ഇവരൊക്കെയാണ് ആക്ച്വലി ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് ഇൻഫ്ലുവൻസ വാക്സിൻ വർഷത്തിൽ എടുക്കേണ്ട വാക്സിനാണ്. കാരണം അത് എടുത്തു കഴിഞ്ഞാൽ
ഇതുപോലെ ഈ H1N1 ഫ്ലൂ ഒക്കെ വരുന്നതിൻ്റെ സാധ്യത വളരെ കുറയും. ഈവൻ വന്നാലും അത് സിവിയർ ആകത്തില്ല. സിവിയർ ഇൻ ദ സെൻസ് ദാറ്റ് അഡ്മിഷൻ വേണ്ടി വരിക, ICUലാകുക, ഇതൊക്കെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ, ഈ കോവിഡ് വാക്സിൻ ഉണ്ടല്ലോ, അത് എടുത്തിട്ടും ആൾക്കാർക്ക് വന്നെന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്താ? കോവിഡ് വാക്സിൻ ആക്ച്വലി ഇപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇപ്പോൾ കുറേ കാലം കൊണ്ട് വാക്സിൻ അവൈലബിൾ അല്ല. പിന്നെ സെക്കൻഡ്ലി കോവിഡിൻ്റെ ഇമ്മ്യൂണിറ്റി, വാക്സിൻ്റെ പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് എത്ര കാലം എന്നുള്ളത് നമുക്ക് ശരിക്കും ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ലാത്തതാണ്. ഈവൻ വെസ്റ്റേൺ US-ലും മറ്റേ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇപ്പോഴും അവർ കോവിഡ് വാക്സിൻ അവിടെയുണ്ട്, അവരെ എടുക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നുമുണ്ട് ഇങ്ങനെ പുതിയ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്. പ്രോബബ്ലി ആ വാക്സിൻ്റെ പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് മേ ബി ഒരു 1 year or 2 years എന്തെങ്കിലും ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞ് അതുകൊണ്ടായിരിക്കണം വീണ്ടും ഇത് വരുന്നത്. ഓക്കെ മാത്രമല്ല, ഈ എപ്പോഴും വേറൊരു കാര്യം, ഈ വൈറൽ ഇൻഫെക്ഷൻസ് പ്രത്യേകിച്ച് കോവിഡിൽ വൈറസ് മ്യൂട്ടേറ്റ് ചെയ്യും, എന്നിട്ട് പുതിയ സ്ട്രെയിൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യത്തെ വാക്സിൻ്റെ പ്രൊട്ടക്റ്റീവ് എഫക്റ്റിനെ ഓവർകം ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ആയിരിക്കും ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും കോവിഡ് വരും. ഓക്കെ. അല്ല, ഞാൻ അപ്പം എൻ്റെ ഒരു ഡൗട്ട് വയ്ക്കാം. നമുക്ക് ഈ കോമൺ കോൾഡ് ഉണ്ടല്ലോ, ഈ കോമൺ കോൾഡിനെതിരെ ഇങ്ങനെയൊന്നും ഇല്ലാത്തതിൻ്റെ കാരണവും ഇതാണോ? ലൈക്ക് അത് പെട്ടെന്ന് ഇങ്ങനെ മ്യൂട്ടേഷൻ കാരണമല്ലോ? 2 കാര്യമുണ്ട്. ഈ കോമൺ കോൾഡ് എന്ന് പറയുന്നതും ഫ്ലൂ എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ്. കോമൺ കോൾഡ് എന്ന് പറഞ്ഞാൽ റൈനോ വൈറസ് എന്ന് പറയുന്ന ഒരു ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. അത് വളരെ മൈൽഡായിട്ട് വരും, 2-3 ദിവസം കൊണ്ട് പോകുന്ന ഇതാണ്. അത് വളരെ സിവിയർ ആകാത്തതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ വാക്സിനേഷൻ ഒന്നും ആവശ്യമില്ലാത്തത്. ബട്ട് ഇൻഫ്ലുവൻസ സിവിയർ ആയതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണവും പഠിത്തവും ഇതൊക്കെ നടന്നിട്ടുള്ളതും അതിനൊക്കെയുള്ള വാക്സിൻ വന്നിട്ടുള്ളതും. ഓക്കെ